രാജ്യം രാഹുൽ ഗാന്ധിയെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. രാജ്യത്തിൻ്റെ ആശങ്കകൾ മുഴുവൻ യുവാക്കൾ രാഹുൽ ഗാന്ധിയോട് ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇൻസ്റ്റാഗ്രാം വഴി എല്ലാത്തിനും തഴക്കവും പഴക്കവും ചെന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ മികവോടെ ഉത്തരവാദിത്തത്തോടെ മറുപടി പറയുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ലക്ഷക്കണക്കിന് ചോദ്യങ്ങൾ വരുമ്പോഴും എന്നോട് എന്തും ചോദിക്കാമെന്നൊരു സംവാദം അതിശക്തമായി തുടരുകയാണ് രാഹുൽ ഗാന്ധി. വിദ്യാർത്ഥികൾക്ക് ഇൻസ്റ്റാ സ്റ്റോറിയിലൂടെ രാഹുലിനോട് നേരിട്ട് സംസാരിക്കാൻ കഴിയും. ഇനി മുതൽ ചോദ്യങ്ങൾ ചോദിക്കാം. എല്ലാത്തിനുമുള്ള ഇൻസ്റ്റാ ലിങ്ക് രാഹുൽ ഗാന്ധി തന്നെ അദ്ദേഹത്തിൻ്റെ എക്സിൽ കൂടി അറിയിച്ചു കൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തെ യുവജനങ്ങളും വിദ്യാർത്ഥികളും വലിയ ആശയക്കുഴപ്പത്തിലാണെന്നും നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ അതൃപ്തിയിലാണെന്നും രാഹുലിന് മനസ്സിലായതിനാലാണ് അവരുടെ ആശങ്കകൾക്ക് അദ്ദേഹം പ്രതിവിധി കണ്ടെത്തുന്നത്. അതായത് ചോദ്യക്കടലാസ് ചോർച്ചാ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ഒരു സംഘം യുവജനങ്ങളുമായി രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഏത് സമയവും എത്രയാളുകൾക്ക് വേണമെങ്കിലും ചോദ്യവുമായി എത്താവുന്ന തരത്തിൽ രാഹുൽ ഗാന്ധി നീക്കം തുടങ്ങിയത്. ഡൽഹി പ്രക്ഷോഭത്തിന് ശേഷം ചെറുപ്പക്കാരെ ലക്ഷ്യമിട്ട് BJP നേതാക്കളും ഇൻസ്റ്റാഗ്രാമിൽ സജീവമായി രംഗത്തുണ്ട്. അതിനുവേണ്ടി RSSനെ വരെ BJP ഉപയോഗിക്കുകയാണ്. കൈവിട്ടുപോയി എന്ന് തോന്നിയപ്പോൾ അടിച്ചമർത്താൻ പുറപ്പെട്ട കേന്ദ്ര സർക്കാർ ജൻസികളുടെ കാലുപിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നു ഇപ്പോൾ. അതെല്ലാം BJPയുടെ രാഷ്ട്രീയ തന്ത്രമെന്ന് മനസ്സിലാക്കിയ യുവാക്കളും വിദ്യാർത്ഥികളും രാഹുൽ ഗാന്ധിക്ക് പൂർണ്ണ പിന്തുണ നൽകി തുടങ്ങിയിരിക്കുകയാണ്. അത് BJPയെ വല്ലാതെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് BJPയുടെ യഥാർത്ഥ രൂപം അവർ പുറത്തെടുത്തത്. അതായത് BJP ഭരിക്കുന്ന UPയിലെ പ്രയാഗ് രാജിൽ നാളെ നടത്താനിരുന്ന രാഹുൽ ഗാന്ധിയുടെ വിദ്യാർത്ഥി സംവാദ പരിപാടിക്ക് കായസ്ഥ പാഠശാല ട്രസ്റ്റ് കോളേജ് മൈതാനത്ത് നൽകിയ അനുമതി തന്നെ സർക്കാർ പിൻവലിച്ചിരിക്കുന്നു. എന്നാൽ രാഹുൽ നാളെ എത്തുമെന്നും പരിപാടി റദ്ദാക്കില്ലെന്നും കോൺഗ്രസ് വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. കോളേജ് മൈതാനം കായിക വിദ്യാഭ്യാസ പരിപാടികൾക്ക് മാത്രമേ അനുവദിക്കാവൂ എന്ന അലഹാബാദ് ഹൈക്കോടതിയുടെ പണ്ടത്തെ ഒരു ഉത്തരവ് ചൂണ്ടിക്കാട്ടിയാണ് BJPയുടെ നിർദ്ദേശപ്രകാരം ട്രസ്റ്റ് അധികൃതർ രാഹുൽ ഗാന്ധിക്കുള്ള അനുമതി പിൻവലിച്ചത്. മറ്റൊരു ന്യായവും ഇതിൽ പറയുന്നു. മഴ മൂലം മൈതാനത്ത് വെള്ളക്കെട്ടാണെന്നാണ് പറയുന്നത്. കാരണങ്ങൾ അങ്ങനെ കണ്ടെത്താൻ തന്നെ ബുദ്ധിമുട്ടുന്ന BJPയും സർക്കാരും രാഹുലിനെ തളക്കാൻ എല്ലാ വഴിയും അന്വേഷിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. BJP ഭയന്നു എന്നതിൻ്റെ തെളിവാണിതൊക്കെ. ചോദ്യക്കടലാസ് ചോർച്ച അടക്കം വിദ്യാർത്ഥി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന രാഹുലിൻ്റെ ഛാത്രോം കി ഗുഞ്ച് പരിപാടിക്ക് നേരത്തെയും രാജസ്ഥാനിലെ കോട്ടയിലും ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലും അനുമതി നിഷേധിച്ചതാണ്. ഇത് രണ്ടും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. രാഷ്ട്രീയ കാരണങ്ങളാണ് അനുമതി റദ്ദാക്കിയത് എന്നും BJP സർക്കാരിന് രാഹുലിനെ ഭയമാണെന്നും വ്യക്തമാക്കുന്നതാണ് ഈ കാട്ടിക്കൂട്ടലുകളെല്ലാം. ഏതായാലും BJPയെ നയിക്കുന്ന നരേന്ദ്രമോദി പരുങ്ങലിലും അമിത്ഷാ ഒളിവിലുമാണ്. അതിനിടയിൽ അതിശക്തമായ മുന്നേറ്റം നടത്തുന്ന രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പിടിച്ചുകെട്ടാൻ BJP എല്ലാ ശ്രമങ്ങളും പഠിച്ച പണി 18 നോക്കാൻ ആരംഭിച്ചിരിക്കുന്നു. പക്ഷേ കൂടെയുള്ളത് വിദ്യാർത്ഥികളും യുവാക്കളും അവരുടെ രക്ഷിതാക്കളുമാണ്. ഒപ്പം തന്നെ കർഷകരും സടകുടഞ്ഞെഴുന്നേറ്റ് വരുന്നു. അവരാണ് രാഹുൽ ഗാന്ധിയെ നേതാവായി കാണുന്നത്.